ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ കുറുപ്പ് സാർ ശാലിനിയുടെ അടുത്ത് നിന്നും ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് കുറുപ്പ് സാർ പറയുന്നുണ്ട്, മോള് സമയം കിട്ടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ദൈവത്തെയാണോ പറ്റിക്കുന്നത് അതോ സ്വന്തം മനസാക്ഷിയാണോ എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് കുറുപ്പ് മാഷ് അവിടെ നിന്ന് പോകുന്നു. സത്യാമ്മയും അർജുനും കളക്ടറെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒരാൾ പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ കാർ ഇടാൻ പറ്റത്തില്ല എന്ന്. അർജുൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് കാരണമെന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇപ്പോൾ മേയർ വരാൻ പോവുകയാണ്, അതുകൊണ്ട് കാർ മാറ്റിയിടണമെന്നൊക്കെ പറയുന്നു. അർജുൻ അപ്പോൾ പറയുന്നുണ്ട് സത്യാമ്മയാണ് കാറിലുള്ളതെന്ന്. അയാൾ അപ്പോൾ പറയുന്നുണ്ട് ഏത് സത്യാമ്മയായാൽ എന്താണെന്ന്. അർജുൻ അപ്പോൾ പറയുന്നുണ്ട് സത്യാമ്മ ഇവിടെ തന്നെ ഇറങ്ങാൻ പോവുകയാണ്, എന്താ പ്രശ്നമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നു. അതിനുശേഷം അർജുൻ ആണെങ്കിൽ കാർ തുറന്നു കൊടുക്കുന്നുണ്ട്. സത്യാമ്മ അവിടെ ഇറങ്ങുന്നു. സത്യാമ്മ വന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, ഫ്രാൻസിസ് എന്നല്ലേ പേര്, ഒരു വർഷം മുമ്പാണെങ്കിൽ കടക്കണിയിലാണെന്ന് പറഞ്ഞിട്ട് 3 ലക്ഷം രൂപ കടമായിട്ട് വാങ്ങിയിട്ട് പോയ മുഖം ഇതേപോലെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അയാൾ അപ്പോൾ പറയുന്നുണ്ട് കടമൊക്കെ വേറെ, പക്ഷെ ഇതെന്റെ ജോലിയുടെ ഭാഗമാണ്, ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. സത്യാമ്മ അപ്പോൾ അർജുനോട് പറയുന്നുണ്ട്, കാറ്റ് മാറി വീശുന്നെന്നാണ് തോന്നുന്നത്, ഞാഞ്ഞൂൽ വരെ തല പൊക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരു പെരുമഴക്കാലത്തിന് സമയമായെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രബോസ് കളക്ടർ ജോൺ എബ്രഹാമിനെ ഫോൺ ചെയ്യുന്നു. ഫോൺ ചെയ്തിട്ട് സത്യാമ്മയുടെ കാര്യമൊക്കെ സൂചിപ്പിക്കുകയാണ്. കളക്ടർ അപ്പോൾ ചന്ദ്രബോസിനെ കളിയാക്കുന്നുണ്ട്, നിങ്ങളാണെങ്കിൽ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ആരെയൊക്കെ കാലു പിടിച്ചാണ് ഈ പൊസിഷനിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നു. എന്തായാലും നിങ്ങളുടെ അത്രയും ക്രിമിനൽ അല്ല സത്യാമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ സത്യാമ്മ ഇവിടേക്ക് വരുമ്പോൾ ലൈസൻസ് ഞാൻ പുതുക്കി കൊടുത്ത എല്ലാ പ്രശ്നവും തീരും, അതുമാത്രമല്ല വിഷ്ണുവിനെ അനധികൃതമായിട്ട് പിടിച്ചു വെച്ചതും പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു. അതുമാത്രമല്ല സത്യാമ്മ തോക്ക് കയ്യിൽ വെച്ചിട്ടും ഒരു ക്രിമിനൽ കുറ്റവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോഴും അവരെ ഒന്നും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ ആർക്കെങ്കിലും പരാതി വേണം, തോക്ക് വെച്ചിട്ട് അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും ആരും തരത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ വ്യക്തി വൈരാഗ്യമല്ലേ ഉപയോഗിക്കുന്നത്, എന്തായാലും ഞാൻ ലൈസൻസ് കൊടുക്കുമെന്നൊക്കെ കളക്ടർ പറയുന്നുണ്ട്. ചന്ദ്രബോസ് അപ്പോൾ തിരിച്ചു പറയുന്നുണ്ട്, ആദ്യ ഭാര്യയെ കൊന്ന കഥയുമൊക്കെ, അത് മാത്രമല്ല പല കഥകളും അയാളുടെയും പറയുന്നു. എന്നെക്കാട്ടിലും സത്യാമ്മയെക്കാട്ടിലും വലിയ ക്രിമിനലാണ് ഈ IAS കാരൻ എന്നൊക്കെ പറയുന്നു. ചന്ദ്രബോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജോൺ എബ്രഹാമിനെ കുറിച്ച് തന്നെയാണ്. അയാൾ അപ്പോൾ പറയുന്നുണ്ട്, മൊബൈലിൽ കൂടെ ഇങ്ങനെയൊന്നും പറയരുത്, ആരെങ്കിലും കേട്ടാലോ റെക്കോർഡ് ചെയ്താലോ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു. ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട്, എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമല്ലോ, പിന്നെ എനിക്ക് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുന്നു. നമ്മൾ ഒരുമിച്ച് വിദേശത്ത് പോകുന്നതും ക്ലബിൽ പോകുന്നതും ഒക്കെ അങ്ങ് മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുന്നു. അത് മാത്രമല്ല മാസപ്പടി വാങ്ങുന്ന കാര്യവും മറന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കളക്ടർ അപ്പോൾ പറയുന്നുണ്ട്, താൻ എന്തായാലും വിളിച്ച കാര്യം പറയാനെന്ന്. ചന്ദ്രബോസ് അപ്പോൾ സത്യാമ്മയുടെ കാര്യം പറയുന്നുണ്ട്. കളക്ടർ അപ്പോൾ പറയുന്നുണ്ട്, സത്യാമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, വൈകിട്ട് ക്ലബിൽ വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. സത്യാമ്മയും അർജുനും കളക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് അവിടെ പരിചയമുള്ള ഒരു പെൺകുട്ടി സത്യാമ്മയെ കാണുന്നുണ്ട്. സത്യാമ്മയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെയെന്ന്. സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട് കളക്ടറെ കാണാൻ വന്നതാണെന്ന്. അത് കേൾക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഇത് നേരത്തെ എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, കളക്ടർ സത്യാമ്മയുടെ വീട്ടിലേക്ക് വരുമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു. സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, കളക്ടറിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എന്നെ കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നു. പെൺകുട്ടി ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ കളക്ടറിനോട് പറയാം, അതിനുശേഷം സത്യാമ്മയെ വിളിക്കുമെന്നൊക്കെ പറയുന്നു. ആ പെൺകുട്ടി പോയി കളക്ടറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, സത്യാമ്മ വന്നിട്ടുണ്ട്, കാണാൻ വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. കളക്ടർ അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്, എനിക്ക് സൗകര്യമുള്ളപ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ, അവരോട് വെയിറ്റ് ചെയ്യാനെന്ന് പറയുന്നു. ശേഷം കാണിക്കുന്നത് വെളിയിൽ മേയർ വരുന്നതിന്റെ അഭിവാദ്യങ്ങൾ കേൾക്കുന്നു. പെട്ടെന്നൊരു കാറിലാണെങ്കിൽ മേയർ വരുന്നുണ്ട്. ആദ്യം ഒരാൾ ഇറങ്ങുന്നു, അത് ജഗദീപ് കുമാർ ആയിരുന്നു. ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ട് വലിയ പ്രമാണിയെ പോലെ ഇറങ്ങുന്നു. അത് കാണുമ്പോൾ എല്ലാവരും ഞങ്ങളുടെ മുത്താണ്, പൊന്നാണ് മേയർ എന്നൊക്കെ പറഞ്ഞ് അഭിവാദ്യങ്ങൾ ചെയ്യുന്നു. ജഗദീപ് കാറിന്റെ ഡോർ തുറക്കുന്നു. കാറിൽ നിന്നും സുസ്മിതയാണ് ഇറങ്ങി വരുന്നത്. സുസ്മിതയാണ് മേയർ. സുസ്മിത ഇറങ്ങുമ്പോഴേക്കും അവിടെയുള്ളവർ സുസ്മിത കി ജയ്, മേയർ കി ജയ് എന്നൊക്കെ പറഞ്ഞ് ആർപ്പ് വിളിക്കുന്നുണ്ട്. സുസ്മിത ആർപ്പ് വിളിയൊക്കെ കേട്ടിട്ട് പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിലൊന്നും ചെയ്യരുത്, നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് അർജുനെയും സത്യാമ്മയുമാണ്. അർജുൻ സത്യാമ്മയോട് പറയുന്നുണ്ട്, ഇതുവരെ നമ്മളെ കളക്ടർ വിളിച്ചില്ലല്ലോ, എത്ര സമയമായെന്നൊക്കെ പറയുന്നു. സത്യാമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, ആ പെൺകുട്ടി പോയി പറഞ്ഞതല്ലേ എന്നൊക്കെ. അർജുൻ അപ്പോൾ പറയുന്നുണ്ട്, ആ പെൺകുട്ടി ഇപ്പൊ ഇങ്ങോട്ട് നോക്കുന്ന പോലുമില്ലെന്നൊക്കെ. സത്യാമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, നേരത്തെ തീരുമാനിച്ച കാര്യം എന്തേലും കളക്ടറിന് കാണും, അതായിരിക്കും വിളിക്കാത്തതെന്ന്. അർജുൻ അപ്പോൾ പറയുന്നുണ്ട്, എങ്കിലും വെളിയിൽ വെയിറ്റ് ചെയ്യുന്നത് സത്യാമ്മയല്ലേ, അതെങ്കിലും കരുതി വിളിക്കാമല്ലോ എന്നൊക്കെ പറയുന്നു.
സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട് ഇതിപ്പോ വെറും അമ്മയാണ്, സ്വന്തം മകനു വേണ്ടി ഒരമ്മ വന്നിരിക്കുന്നതാണെന്നൊക്കെ പറയുന്നു. സുസ്മിത ഭയങ്കര പ്രസംഗമൊക്കെ ആൾക്കാരോട് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത്, നിങ്ങളുടെ ജോലിക്കാരി മാത്രമാണ് ഞാൻ എന്നൊക്കെ പറയുന്നു. അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ സുസ്മിതയെ പുകഴ്ത്തുന്നുണ്ട്. സുസ്മിതയെ പുകഴ്ത്താൻ വേണ്ടി അവിടെ അറേഞ്ച് ചെയ്ത ആൾക്കാരാണ്, ജഗതി പൈസ കൊടുത്തിട്ട് ഏർപ്പാടാക്കിയതാണ്. സുസ്മിത ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഞാനാണെങ്കിൽ മേയറിന്റെ ശമ്പളം പോലും വാങ്ങുന്നില്ല, ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. എന്റെ ഒരു കിഡ്നി പോലും ഞാൻ കൊടുക്കാൻ ഒരു കുട്ടിക്ക് തയ്യാറാണെന്നൊക്കെ പറയുന്നുണ്ട്. കിഡ്നി മാറ്റിവെക്കാൻ സാമ്പത്തികമില്ലാത്ത ഒരു പെൺകുട്ടിക്കാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് എന്റെ കിഡ്നി വരെ കൊടുക്കാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ജഗദീവാണെങ്കിൽ കൈയടിക്കാൻ എന്നൊക്കെ മറ്റുള്ളവരോട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൈയടിക്കുന്നു. സുസ്മിത പെട്ടെന്ന് കണ്ണ് നിറയുന്നത് പോലെയൊക്കെ അഭിനയിക്കുന്നുണ്ട്. അത് കാണുമ്പോഴാണെങ്കിൽ ജഗദീപ് പറയുന്നുണ്ട്, മേയറിന് കുറച്ച് സങ്കടമായി, 2 കിഡ്നികളല്ലേ ഉള്ളൂ, 3 കിഡ്നി ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും ഒരാൾ കൂടെ കൊടുക്കായിരുന്നല്ലോ എന്നൊക്കെയാണ് സങ്കടമെന്ന് പറയുന്നു. ജഗദീപ് എല്ലാവരോടും പറയുന്നുണ്ട് സുസ്മിത കീ വിളിക്കാൻ. അങ്ങനെ സുസ്മിത കീ ചെയ്യുന്നു പറഞ്ഞ് എല്ലാവരും വിളിക്കുന്നുണ്ട്. സുസ്മിതയാണെങ്കിൽ മാറ്റി നിർത്തി ജഗദീപിനോട് ചോദിക്കുന്നുണ്ട് കൊളമാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. ജഗദീപ് അപ്പോൾ പറയുന്നുണ്ട് ഇവിടെയുള്ളവർക്കൊന്നും അത്രയ്ക്ക് ബുദ്ധിയൊന്നും ഇല്ലെന്നൊക്കെ. സുസ്മിത ചോദിക്കുന്നുണ്ട് മീഡിയക്കാരെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. ജഗദീപ് ഇപ്പോൾ പറയുന്നുണ്ട് മീഡിയക്കാരല്ല, എങ്ങാണ്ട് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോയെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ സുസ്മിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. സുസ്മിത പറയുന്നുണ്ട് ഇനിയും മീഡിയക്കാരില്ലാതെ ഞാൻ ഒരു സ്ഥലത്തേക്ക് വരില്ല എന്നൊക്കെ. ജഗതികുമാർ പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെല്ലാം നമ്മുടെ ആൾക്കാരെയാണ്, മണിക്കൂറിന് 500 രൂപയാണ് വെച്ച് കൊടുക്കേണ്ടതെന്നൊക്കെ പറയുന്നു. അവരെ കൊണ്ട് കൂടുതൽ നിർത്തി സംസാരിച്ചാൽ പണിയാകും, കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട്. സുസ്മിത അപ്പോൾ ചോദിക്കുന്നുണ്ട് അന്യദേശ തൊഴിലാളികളെ കിട്ടിയില്ലെന്ന്. ജഗദീപ് അപ്പോൾ പറയുന്നുണ്ട് സുസ്മിത എന്നൊന്നും അവര് കറക്റ്റ് ആയിട്ട് പേര് പറയത്തില്ല, ഉച്ചരിക്കാൻ ഭയങ്കര പാടായിരിക്കുമെന്നൊക്കെ പറയുന്നു. സുസ്മിത അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇവർ തന്നെ മതിയെന്നൊക്കെ. ശേഷം സുസ്മിത അകത്തേക്ക് പോകുന്നു. അകത്തേക്ക് ചെല്ലുമ്പോൾ സുസ്മിത സത്യാമ്മയെ കാണുന്നു. സത്യാമ്മയും സുസ്മിതയെ കാണുന്നുണ്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്